ഇന്ന് നമുക്കൊരു ഈസി ക്രാബിൻ്റെ ഫ്രൈ നോക്കിയാലോ. ക്രാബ് മസാലയൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതല്ലേ, ക്രാബ് റോസ്റ്റൊക്കെ. ഇത് വളരെ എളുപ്പത്തിൽ ഒരു ക്രാബ് ഫ്രൈ, ഡ്രൈ ഫ്രൈ. ഓക്കെ, ഒരു 1/2 കിലോ ക്രാബാണ്. ക്രാബിൻ്റെ ആ ഷെല്ലൊക്കെ ഒന്ന്, ഈ വലിയ ലെഗ് പീസിൻ്റെയൊക്കെ ഷെല്ലൊന്ന് ക്രാക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ അകത്ത് കയറും, നമുക്ക് കഴിക്കാനും എളുപ്പമാണ്. ഇതിന് മസാലയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു 20 ചുവന്നുള്ളി, ഒരു 7-8 വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഒരു വലിയ നല്ല പഴുത്ത ടൊമാറ്റോ. ഇതെല്ലാം നമുക്ക് മിക്സിയിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്, കാരണം പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കാശ്മീരി ചില്ലി എടുത്താൽ മതി. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, പിന്നെ ഇത് 1 ടീസ്പൂൺ കുരുമുളകും പെരുംജീരകവും കൂടെ പൊടിച്ചതാണ്. പിന്നെ വേണ്ടത്, ഇത് ഓപ്ഷനാണ്, മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അര ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ വെള്ളം ഞാൻ ഒട്ടും ആഡ് ചെയ്തിട്ടില്ല, ടൊമാറ്റോ ഒക്കെ മതി അതിലേക്ക്. അപ്പോൾ നമുക്ക് ഇനി ഒരു പാനിലേക്ക് ഈ ക്രാബ് മാറ്റിയിട്ട് ഈ ഒരു മസാല അതിലിട്ടിട്ട് നന്നായിട്ട് അതിനെ മാരിനേറ്റ് ചെയ്യണം. നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ അരപ്പ്, ഈ ക്രാബിൻ്റെ പീസസിനുള്ളിലേക്കൊക്കെ നമുക്ക് കഴിയുന്നത് പോലെയൊക്കെ അങ്ങനെ അകത്തേക്ക് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറുകൂടെ കഴുകി ഒരു 1/4 കപ്പ് വെള്ളം മതി, അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ലിഡ് വെച്ച് മൂടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 6 to 7 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോഴേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ക്രാബിൽ നിന്ന് ഇറങ്ങും. അതൊന്ന് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ക്രാബിനൊന്നും ഒത്തിരി കുക്കിംഗ് ടൈം ഇല്ല. ഇനി നമുക്ക് ലിഡ് മാറ്റിയ ശേഷം ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളക്കി ആ ഒരു വാട്ടർ കണ്ടൻറ്റ് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ച് ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് നമുക്ക് കറിവേപ്പില എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാണോ അത്രത്തോളം തന്നെ ഇതൊന്ന് കറിവേപ്പില ക്രഷ് ചെയ്തിട്ട ശേഷം പിന്നെയും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ച് ഇട്ട് അത് കുക്ക് ചെയ്യണം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്യാം. ഈ ഒരു ക്രാബ് ഫ്രൈ കോക്കനട്ട് ഓയിലിൽ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഒരു കുറച്ച് കഴിയുമ്പം ഈ അരപ്പ് ഇങ്ങനെ മുരിഞ്ഞു വരും. അപ്പോഴും ഭയങ്കര രസമാണ് ഒരു മണം ഇങ്ങനെ വരും. അപ്പോഴും ആയിട്ടില്ല, കുറച്ചുകൂടെ നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ വെച്ച് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കും കേട്ടോ. അപ്പോഴേക്ക് അതിൻ്റെ ആ ഒരു അരപ്പിൻ്റെ കളറൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ബ്ലാക്കിഷായി വരാൻ തുടങ്ങും. കറിവേപ്പില പ്രാന്തിയാണ്, ഞാൻ ഇഷ്ടം പോലെ കറിവേപ്പില ആഡ് ചെയ്യും. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കൂടുതൽ ആഡ് ചെയ്യാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. ഞാൻ കറിവേപ്പില മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ്സിലൊക്കെ ഈ അരപ്പ് ഇങ്ങനെ നല്ല മുരിഞ്ഞ് വരും. അതൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് ഇടുക, തിരിച്ച് മറിച്ചൊക്കെ പിന്നെയും നിങ്ങൾക്ക് എത്രത്തോളം അത് ഫ്രൈ ആവണം അതുപോലെ ചെയ്യുക. പക്ഷേ ഇതിൻ്റെ അല്പം വലിയ ക്രാബായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഈ ലെഗ് പീസൊക്കെ സൂപ്പറാണ്. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രാബ് ഫ്രൈ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.